കിച്ചൺ സിങ്ക് ഉറപ്പിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ പോകുന്നു. ഒരു ഉപകരണം, അതിൻ്റെ അനുബന്ധ ഭാഗങ്ങൾ എന്നിവയെ ഉറപ്പിക്കുന്നതിനെയും ഉറപ്പിച്ച ഉപകരണത്തെ പ്രവർത്തനയോഗ്യമാക്കുന്നതിനെയും ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നു. നമ്മളിപ്പോൾ കിച്ചൺ സിങ്ക്, പലതരം കിച്ചൺ സിങ്കുകൾ, അവയുടെ പ്രവർത്തന തത്വം എന്നിവ പഠിച്ചു കഴിഞ്ഞു. ഇനി അവ ഉറപ്പിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ പോകുന്നു. ലക്ഷ്യങ്ങൾ: കിച്ചൺ സിങ്ക് ഉറപ്പിക്കുന്നതിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ, വസ്തുക്കൾ, കിച്ചൺ സിങ്ക് ഉറപ്പിക്കുന്ന വിധം. കിച്ചൺ സിങ്ക് ഉറപ്പിക്കുന്നതിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ, വസ്തുക്കൾ എന്തൊക്കെയാണെന്നും കിച്ചൺ സിങ്ക് ഉറപ്പിക്കുന്നത് എങ്ങനെയെന്നും പഠിക്കാം. ഉറപ്പിക്കുന്നതിന് തയ്യാറെടുക്കുക. നടപടി 1: എല്ലാ പണിയായുധങ്ങളും എടുക്കുക. പണിയായുധങ്ങളായ മെഷറിംഗ് ടേപ്പ്, അഡ്ജസ്റ്റബിൾ പ്ലെയറുകൾ, ഒരു കൂട്ടം സ്പാനറുകൾ, പെൻസിൽ, ജിഗ്സ, സ്പിരിറ്റ് ലെവൽ, ചോക്ക് ബോക്സ്, സ്ക്രൂ ഡ്രൈവർ, ട്രൈ സ്ക്വയർ എന്നിവ എടുക്കുക. ഉറപ്പിക്കുന്നതിന് തയ്യാറെടുക്കുക. നടപടി 2: എല്ലാ വസ്തുക്കളും എടുക്കുക. വസ്തുക്കളായ കിച്ചൺ സിങ്ക്, ട്രാപ്പ്, ടെഫ്ലോൺ ടേപ്പ്, റബ്ബർ വാഷറുകൾ, സിലിക്കോൺ സീലന്റ്, സോപ്പ് വെള്ളം, റബ്ബർ ഗ്യാസ്കറ്റുള്ള വേസ്റ്റ് കപ്ലിംഗ് എന്നിവയും വേണം. കിച്ചൺ സിങ്ക് ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് കാണാം. പലതരത്തിലുള്ള കിച്ചൺ സിങ്കുകളും അവ ഓരോന്നും ഉറപ്പിക്കാൻ ഓരോ രീതിയുമുണ്ട്. ഉറപ്പിക്കുന്നതിന് മുൻപ് ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള നിർദ്ദേശങ്ങൾ നോക്കുക. ഉറപ്പിക്കാൻ ആവശ്യമുള്ള സാഹചര്യങ്ങൾ: കിച്ചൺ സിങ്ക് ഉറപ്പിക്കേണ്ട സ്ഥലത്ത് ടോപ്പിനടുത്തുള്ള ഭിത്തിയിൽ ജലവിതരണ പൈപ്പ് അല്ലെങ്കിൽ കിച്ചൺ സിങ്ക് ഫോസറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വേണം. അതുകൂടാതെ 50 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച് വ്യാസമുള്ള ഡ്രെയിനേജ് പൈപ്പും വേണം. ഈ ഡ്രെയിനേജ് പൈപ്പ് വെന്റ് പൈപ്പുമായി ബന്ധിച്ചിരിക്കണം. നമുക്ക് കിച്ചൺ സിങ്ക് ഉറപ്പിച്ചു തുടങ്ങാം. സിങ്ക് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ടെംപ്ലേറ്റ് അഥവാ രൂപരേഖ ലഭിക്കും. ബേസിന്റെ രൂപരേഖ കൗണ്ടറിൽ വെച്ച് ബേസിൻ വയ്ക്കേണ്ട ഭാഗം വരച്ച് അടയാളപ്പെടുത്തുക മാത്രം ചെയ്താൽ മതിയാകും. രൂപരേഖ വെച്ച് വരച്ച വരയിൽ ബേസിൻ ചേർന്നിരിക്കുകയും ബേസിൻ ഉറപ്പിക്കുവാൻ രണ്ടാമത് അളവെടുക്കേണ്ട ആവശ്യം വരികയുമില്ല. അഥവാ രൂപരേഖയില്ലെങ്കിൽ സിങ്ക് കമഴ്ത്തി വെച്ച് അടയാളമുണ്ടാക്കാം. പെൻസിൽ എടുത്ത് സിങ്കിന്റെ അറ്റത്തുകൂടെ വര വരച്ച് അടയാളമുണ്ടാക്കുക. സിങ്ക് മാറ്റിയ ശേഷം മുറിക്കാൻ വേണ്ടി വരയുടെ 1 ഇഞ്ച് ഉള്ളിലായി വലിയ വര വരയ്ക്കുക. ടെംപ്ലേറ്റ് അഥവാ രൂപരേഖ ഇല്ലെങ്കിൽ കിച്ചൺ സിങ്ക് ഉറപ്പിക്കാൻ അളവെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഒരു ഡബിൾ സിങ്ക് ആയതുകൊണ്ട് ഭിത്തിയിലുള്ള ഫോസറ്റ് സിങ്കിന്റെ
മധ്യഭാഗത്ത് വരുന്നത് പോലെ സിങ്ക് വയ്ക്കുക. സിങ്കിന്റെ നീളവും വീതിയും അളക്കുക. നീളത്തിനും വീതിക്കും അനുസരിച്ച് കൗണ്ടർ ടോപ്പിൽ അടയാളമുണ്ടാക്കുക. അടയാളപ്പെടുത്തുമ്പോൾ ശരിക്കുള്ള അളവിൽ നിന്നും 1 ഇഞ്ച് മാറ്റിയാവണം വരയ്ക്കേണ്ടത്. പേന ഉപയോഗിച്ച് അടയാളമുണ്ടാക്കണം. ഇതാണ് മുറിക്കേണ്ട വര. സിങ്ക് കൗണ്ടർ ടോപ്പിന്റെ മധ്യഭാഗത്താണെന്ന് ഉറപ്പുവരുത്തുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് 90 ഡിഗ്രിയുള്ള കോണുകൾ ഉണ്ടാക്കുക. ചോക്ക് ബോക്സ് ഉപയോഗിച്ച് വരയുണ്ടാക്കുക. കോണുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നീണ്ട വരകൾ ചുറ്റളവിലൂടെ വരയ്ക്കുക. ജിഗ്സോ ഉപയോഗിച്ച് വരയിലൂടെ മുറിക്കുക. വരയുടെ അകത്തുകൂടെ മുറിക്കുക. ജിഗ്സോ ഇല്ലെങ്കിൽ കാർപ്പൻ്റർ സോ ഉപയോഗിക്കാം. മാർബിൾ, കല്ല് എന്നിവ കൊണ്ടുള്ള കൗണ്ടർ ആണെങ്കിൽ പ്ലംബർ വരുന്നതിന് മുൻപ് കല്ല് പണിക്കാരെ കൊണ്ട് കൗണ്ടർ ടോപ്പിൽ ദ്വാരം മുറിച്ച് വെക്കണം. സിങ്ക് വയ്ക്കുന്നതിന് മുൻപ് വേസ്റ്റ് സ്ട്രെയിനറും കപ്ലിങ്ങും വയ്ക്കുക. ഒരു റബ്ബർ വാഷർ വേസ്റ്റ് സ്ട്രെയിനറുടെ അടിയിലൂടെ വെച്ച ശേഷം വേസ്റ്റ് സ്ട്രെയിനർ സിങ്കിലെ വേസ്റ്റ് ഡ്രെയിൻ പോയിന്റിൽ വയ്ക്കുക. സിങ്കിന്റെ അടിയിലുള്ള വേസ്റ്റ് കപ്ലിംഗ് മുറുക്കുക. ചോർച്ചയില്ലാതാക്കാൻ കപ്ലിങ്ങിന്റെയും സിങ്കിന്റെയും ഇടയിൽ റബ്ബർ വാഷർ ഉറപ്പിക്കുക. മുറിക്കുന്നതിനായി സ്ട്രെയിനറിൽ ബോൾട്ട് തിരുകുക. നന്നായി മുറുകുന്നതുവരെ അഡ്ജസ്റ്റബിൾ പ്ലെയർ ഉപയോഗിച്ച് മുറുക്കിക്കൊണ്ടിരിക്കണം. ഈ നട്ടിൽ സ്ക്രൂ ഡ്രൈവർ തിരുകുന്നതിനായി ഒരു ദ്വാരമുണ്ട്. അതിനാൽ നമുക്ക് ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. എല്ലാ കമ്പനികളും ഒരേതരം സ്ക്രൂ തരണമെന്നില്ല. അവയിൽ 4 ദ്വാരങ്ങൾ ഉണ്ടാകാം. ഈ അവസരത്തിൽ ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും ചേരുന്ന ഉപകരണം. ഇനി സ്ട്രെയിനറിൽ ട്രേ വയ്ക്കുക. ഡബിൾ ബൗൾ സിങ്ക് ആണെങ്കിൽ രണ്ടാമത്തെ ബൗളിലും ഇതേ നടപടികൾ ചെയ്യുക. സിങ്ക് യഥാസ്ഥാനത്ത് വയ്ക്കുക. സിങ്കിനെ ഒന്ന് അമർത്തി സിങ്ക് ഉറച്ചിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ട്രാപ്പ് കൂട്ടിയോജിപ്പിക്കുക. ട്യൂബുലർ സിവൽ പി ട്രാപ്പിനെ കൂട്ടിയോജിപ്പിക്കുക. പി ട്രാപ്പ് വാട്ടർ സീൽ ഉണ്ടാക്കി ദുർഗന്ധം തടയാനാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കിച്ചൺ സിങ്കുകളിലും പി ട്രാപ്പ് ഉണ്ടായിരിക്കണം. ട്രാപ്പിന്റെ അടിവശത്ത് ട്രാപ്പ് ആം ഘടിപ്പിക്കുക. ജോയിന്റിലുള്ള കറുത്ത റബ്ബർ വാഷർ ശ്രദ്ധിക്കുക. എല്ലാ ജോയിന്റുകളും ഒതുങ്ങി കൃത്യമായിരിക്കണം.
സ്ട്രെയിനർ കപ്ലിംഗ് ഉപയോഗിച്ച് ട്രാപ്പ് ഇൻലെറ്റിൽ ത്രെഡ് ചെയ്ത ടൈൽ പീസ് യോജിപ്പിക്കുക. സ്ട്രെയിനർ കപ്ലിംഗിന്റെ മെയിൽ ത്രെഡ് ഭാഗത്തുള്ള പ്ലാസ്റ്റിക് റെഡ്യൂസിംഗ് വാഷറിൽ ശ്രദ്ധിക്കുക. സ്ട്രെയിനർ കപ്ലിംഗിന്റെ മുകളറ്റത്ത് റബ്ബർ വാഷർ വയ്ക്കുക. കിച്ചൺ സിങ്കിൽ പി ട്രാപ്പ് കൂട്ടിയോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പി ട്രാപ്പ് കൂട്ടിയോജിപ്പിച്ച ശേഷം പി ട്രാപ്പ് ഡ്രെയിനേജ് ലൈനിൽ വയ്ക്കുക. സ്റ്റബ് ഔട്ട് പൈപ്പിൽ ട്രാപ്പ് ആം തിരുകുക. റബ്ബർ ഗ്യാസ്കറ്റ് ഡ്രെയിനേജ് ലൈനിൽ നേരത്തെ തന്നെ ഉണ്ട്. പല വലിപ്പത്തിലുള്ള പൈപ്പുകളെയും പൈപ്പ് ഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിക്കുമ്പോൾ വെള്ളവും വായുവും കടക്കാത്ത തരത്തിലുള്ള ജോയിന്റ് ഉണ്ടാക്കാനാണ് റബ്ബർ ഗ്യാസ്കറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ട്രാപ്പ് വേസ്റ്റ് കപ്ലിംഗിൽ യോജിപ്പിക്കുക. വേസ്റ്റ് കപ്ലിംഗിന്റെ ത്രെഡ് ചെയ്ത അറ്റത്ത് ടൈൽ പീസ് ഘടിപ്പിക്കുക. ടൈൽ പീസ് ആദ്യം കൈകൊണ്ടും പിന്നീട് അഡ്ജസ്റ്റബിൾ പ്ലെയർ കൊണ്ടും മുറുക്കുക. രണ്ടാമത്തെ ബൗളിലും ഇതേ നടപടികൾ ചെയ്യുക. ശരിയായി ഉറപ്പിച്ചെന്ന് പരിശോധിക്കുക. പ്രധാന ജലവിതരണ പൈപ്പായ ബോൾ വാൽവ് തുറക്കുക. ഫോസറ്റ് തുറന്ന് വെള്ളം വിടുക. സ്ട്രെയിനർ സിങ്കിന്റെ ഡ്രെയിനിലേക്ക് താഴ്ത്തി വെച്ച് രണ്ട് സിങ്കിലും തണുത്ത വെള്ളം നിറയ്ക്കുക. സിങ്കിൽ വെള്ളം നിറയുമ്പോൾ സ്ട്രെയിനർ മാറ്റുക. സിങ്കിൽ നിന്നും വെള്ളം ഒഴുകുമ്പോൾ ഡ്രെയിൻ പൈപ്പിൽ പെട്ടെന്ന് ധാരാളം വെള്ളം നിറയും. ഈ രീതിയുടെ ഗുണമെന്താണെന്ന് വെച്ചാൽ ഡ്രെയിൻ പൈപ്പിലൂടെയുള്ള വെള്ളം നിറഞ്ഞൊഴുകുമ്പോൾ ജോയിന്റ് ഇളകി എവിടെയെങ്കിലും ചോർച്ചയോ മറ്റോ ഉണ്ടായാൽ തിരിച്ചറിയാനും കഴിയും. ജോയിന്റുകളിൽ ചോർച്ച ഉണ്ടെങ്കിൽ നട്ട് മുറുക്കുക. പിന്നെയും ചോർച്ചയുണ്ടായാൽ ക്രോസ് ത്രെഡിംഗ് അല്ലെങ്കിൽ പിരിതെറ്റൽ ഉണ്ടായെന്ന് കരുതണം. അവസാനമായി സിലിക്കോൺ സീലന്റ് തേക്കുക. സിങ്കിന്റെയും മേശയുടെയും ഇടയിൽ സിലിക്കൺ സീലന്റ് ഇടുക. സിലിക്കൺ സീലന്റ് വിരലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സോപ്പ് വെള്ളത്തിൽ വിരൽ മുക്കുക. എന്നിട്ട് വിരൽ സിലിക്കൺ സീലിന്റെ മുകളിലൂടെ ചലിപ്പിക്കുക. അപ്പോൾ സിലിക്കൺ സീലന്റ് തുല്യമായി സിങ്കിന് ചുറ്റുമാവും. കിച്ചൺ സിങ്കുകൾ ഉറപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അവലോകനം: കണ്ട കാര്യങ്ങൾ നമുക്ക് ഓർത്തു നോക്കാം. ബേസിന്റെ രൂപരേഖ കൗണ്ടറിൽ വെച്ച് ബേസിൻ വെക്കേണ്ട ഭാഗം വരച്ച് അടയാളപ്പെടുത്തുക. വരയുടെ അകഭാഗം മുറിക്കുക. വേസ്റ്റ് സ്ട്രെയിനറും കപ്ലിങ്ങും മുറുക്കുക. സിങ്ക് യഥാസ്ഥാനത്ത് വയ്ക്കുക. ട്രാപ്പ് യോജിപ്പിക്കുക. ഡ്രെയിനേജ് ലൈനിൽ പി ട്രാപ്പ് തിരുകുക. ഇനി ട്രാപ്പ് വേസ്റ്റ് കപ്ലിങ്ങിൽ ഘടിപ്പിക്കുക. അവസാനമായി സിലിക്കോൺ സീലന്റ് തേക്കുക. സുരക്ഷാ നിർദ്ദേശങ്ങൾ: കിച്ചൺ സിങ്കും പൈപ്പുകൾക്കും കേട് സംഭവിക്കാതിരിക്കാൻ ശരിയായ ഉപകരണം ഉപയോഗിക്കുക. ഉപയോഗശേഷം ഉപകരണങ്ങൾ യഥാസ്ഥാനത്ത് എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ അപകടം സംഭവിച്ചേക്കാം. കിച്ചൺ സിങ്കുകളെ പറ്റിയും അവ ഉറപ്പിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് അവ അഴിച്ചു മാറ്റുന്നത് എങ്ങനെയെന്നാണ്. പഠനം നിങ്ങൾ ആസ്വദിച്ചു അല്ലേ?